പറഞ്ഞില്ലേ, നെയ്യാറ്റിൻകര കൺവെൻഷൻ നടത്തുമ്പോൾ ഒരു സഹോദരിയുടെ സാക്ഷ്യം ഇതായിരുന്നു. അവർ പറയാണ്, ഇന്നലെ വരെ ഞാൻ വിശ്വസിച്ചിരുന്നത് പാപിക്ക് ഒരിക്കലും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്നാണ്. ഞാൻ ഈ ക്ലാസ് കേട്ടിട്ട് ആകെ അന്തം വിട്ട്, പാപി സ്വർഗത്തിൽ പോകുന്നോ? പാപിയെ ശിക്ഷിക്കല്ലേ വേണ്ടത്? ഞാൻ കുറച്ച് പേരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതെന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്, പാപി എങ്ങനെ സ്വർഗത്തിൽ പോണേ? പിന്നീട് ഞാൻ വീണ്ടും അത് കേട്ടപ്പോഴാണ്, ശരിയാണല്ലോ, കർത്താവ് ഈശോ വന്നിരിക്കുന്നത് എന്തിനാ? പാപികളുടെ പാപത്തിന് പരിഹാരം ചെയ്ത് അവരെല്ലാം സ്വർഗത്തിൽ കൊണ്ടുപോകാനാണല്ലോ. എന്നിട്ട് അവർ പറയുന്നു ഇത്രയും. അപ്പോൾ ഇത് 16ാമത്തെ കൺവെൻഷനാണ് അവിടെ. ഇക്കാലം അത്രയും എന്തോരം കൺവെൻഷൻ, എന്തോരം ധ്യാനം കൂട്ടിയിട്ട് എന്തുകൊണ്ട് എൻ്റെ ബോധ്യം ഇത് മാറിയില്ല എന്നുള്ളതാണ്. ഇത് ഞാൻ കുറ്റപ്പെടുത്താൻ പറയല്ല, നമ്മളുടെ വിശ്വാസികളുടെ ഇന്നത്തെ അവസ്ഥയാണ് ഈ പറയണത്. അവരെ കുറ്റപ്പെടുത്താനല്ല, ഇത് ഒരുപാട് പേരുടെ അവസ്ഥ ഇതാണ്. ഈ വിശ്വാസത്തോടു കൂടി അപ്പോൾ ഒരു സഹോദരി കരുണക്കൊന്ത ചെല്ലാനുണ്ടോ, അതും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ആദ്യം പറഞ്ഞ കാര്യമൊക്കെ ഇപ്പോൾ മറന്നുപോയി, പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു സഹോദരി പറയാണ്, ഞാൻ രാവിലെ എൻ്റെ 3 കരുണക്കൊണ്ട അങ്ങ് ചെല്ലുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്ത് വിചാരിച്ചിട്ടാണ് ഈ ചെല്ലണേ? അങ്ങനെയൊന്നുമല്ല, എന്നോട് ഇന്നാൾ പറഞ്ഞു ഇങ്ങനെ കരുണക്കൊന്ത ചെല്ലാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പാപികളെയൊക്കെ ഓർത്തിട്ട് അവരോട് കരുണ കാണിച്ച് ചെല്ലണം എന്നൊക്കെ പറഞ്ഞു. അവർ നരകത്തിൽ പോണ ആൾക്കാരല്ലേ, പാപികൾ നരകത്തിൽ പോകും, അവർക്ക് വേണ്ടി ചെന്നിട്ടെന്താ, പിന്നെ ഇത് ആർക്ക് വേണ്ടി ചെല്ലണത്? അവർ പറയണ എന്തീ പറയണേ ബ്രദർ, പാപികളെയൊക്കെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ കുടിയനും പെണ്ണും പിടിയനും ഒക്കെ സ്വർഗത്തിൽ പോകുന്നോ? പിന്നെ ഞാൻ കുറച്ചു നേരം സംസാരിക്കേണ്ടി വന്നു, കരുണയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ്, എൻ്റെ ബ്രദറെ, ഈ കാലം അത്രയും ഞാൻ അങ്ങനെ ഒന്നും വിശ്വസിച്ചിട്ടില്ല. ഞാൻ വിശ്വസിച്ചേക്കണ ഈ പാപികളൊക്കെ നരകത്തിൽ പോകണം, അവരൊന്നും കൊള്ളില്ല, അവരൊന്നും സ്വർഗത്തിൽ കയറ്റ, ഇങ്ങനെയാണ് ഞാൻ വിശ്വസിച്ചേക്കണത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. നമ്മൾക്ക് ഈ ധ്യാനം കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നിങ്ങൾക്കുണ്ടാകാൻ പോണ ബുദ്ധിമുട്ട് ഇതാണ്. നിങ്ങൾ പോയിട്ട് എല്ലാവരോടും പറയും പാപികളൊക്കെ സ്വർഗത്തിൽ പോകുന്നു. അപ്പോൾ അവരുടനെ പറയും, എന്തുട്ടി പറയണേ, നിനക്ക് വട്ടായ, പാപികളൊക്കെ നരകത്തിൽ പോകാനുള്ളല്ലോ, അല്ലെങ്കിൽ പിന്നെ നരകം എന്തിനാ? ഇതൊക്കെ പറയുമ്പോൾ ആരെങ്കിലും ചോദിക്കും, അപ്പോൾ തോമസ് പോൾ ബ്രദറെ, നിൻ്റെ അഭിപ്രായത്തിൽ ആരും നരകത്തിൽ പോകില്ലെന്നാണോ? ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കണ്ട. അപ്പം ഞാൻ അവരോട് ചോദിക്കണത് എന്താ നിങ്ങൾ ആഗ്രഹിക്കണേ? എന്താ നിങ്ങൾ ആഗ്രഹിക്കണേ? പറയും. എന്താ നമ്മൾ ആഗ്രഹിക്കുന്നത്? കുറച്ച് പേരെങ്കിലും നരകത്തിൽ പോകണമെന്നാണോ ആഗ്രഹിക്കണേ? നമ്മൾ സാധാരണ മനുഷ്യരെന്താ ആഗ്രഹിക്കണ്ടേ? അപ്പൊ പിന്നെ ദൈവം എന്താ ആഗ്രഹിക്കണേ? എന്തിനാണ് പാവം കർത്താവ് ഈശോ മിശിഹായെ കുറിച്ച് മൊത്തറച്ച് ഇത്രയും കഷ്ടപ്പെടുത്തിയത്? എന്തിനു വേണ്ടിയാ? കുറെ പേരെ നരകത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണോ? കർത്താവ് തന്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിച്ച ഏതെങ്കിലും ഒരാത്മാവിനെ നരകത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണോ? ഞാൻ പറയാറുണ്ട്, നമ്മളൊരു 10 സെന്റ് സ്ഥലം മേടിക്കുകയാണെങ്കിൽ ഉടനെ അതിന് മതിൽ കെട്ടും. എന്തിനാ? അത് നഷ്ടപ്പെടരുതെന്ന് ഉദ്ദേശിച്ചു. അതിൻ്റെ അകത്തൊരു നാളികേരം പോലും ആരെങ്കിലും എടുത്തുകൊണ്ട് പോകരുത്, അതിനല്ലേ നമ്മൾ വരി കെട്ടണേ. അങ്ങനെ ശ്രദ്ധിക്കണ നമ്മളാണെങ്കിൽ, കർത്താവ് മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ഈ ഓമനക്കുട്ടനെ പിശാച് വന്ന് പിടിച്ചു കൊണ്ടുപോകേണ്ടത് നോക്കി നിൽക്കണ ആളാണോ കർത്താവ്? പറയും. ഈസ് ഇറ്റ് ക്ലിയർ? ഇപ്പൊ ശരിയാണോ? വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലേ? എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും സ്വർഗത്തിലേക്ക് പോകണമെന്നും ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഉടനെ വരാവുന്ന ചോദ്യം, അപ്പൊ ജൂദാസ് എന്തായി? പിന്നെ ഇയാൾ ചോദിച്ച ആരുടെ പേരറിയോ? എന്താ ഇന്നലെ ചോദിച്ചില്ലേ, അനന്യാസും സഫീറയുടെ കാര്യം എന്തായി? ഇതൊക്കെയാണ് ആൾക്കാർ പിന്നെ ചോദിക്കാൻ. ജൂദാസിന്റെ കാര്യം ഉടനെ ചോദിക്കും. നമുക്കൊരു ഐഡിയ ഇല്ല ഇവരെവിടെ പോയി എന്നുള്ളത്. ഇവര് എവിടെ പോകുന്നുള്ളത് മനുഷ്യന് പറയാൻ പറ്റൂല. കാരണം ദൈവം ആഗ്രഹിക്കണത് എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്നാണെന്നും. അപ്പോൾ പറയാം, അപ്പോൾ കർത്താവ് ഇന്നലത്തെ കണ്ടില്ല, ഇന്നലെ പറഞ്ഞില്ല, ഈ നാശത്തിൻ്റെ പുത്രനല്ലാതെ ഒരാളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല.
അതേ സമയത്ത് കർത്താവ് ഇതും പറയുന്നുണ്ട്, ഒരാളും നഷ്ടപ്പെട്ടു പോകരുതെന്നാണ് എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് സ്കൂൾ ഓഫ് തിങ്കിങ് ഉണ്ട്. വലിയ വലിയ തിയോളജിയൻസിൻ്റെ ഇടയിൽ തന്നെ ഇതിൽ ഈ അഗസ്തീനോസ് പറയണത് ജൂദാസിനെ ദൈവം കർത്താവ് ഈശോ മിശിഹായെ തെരഞ്ഞെടുത്താണ്. ഈസ് എ ചോസൺ വൺ. ഒരു അപ്പസ്തോലനായിട്ട് തെരഞ്ഞെടുത്തതാണ് അവനെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്യിച്ചു. അവൻ അത് കഴിഞ്ഞിട്ട് പശ്ചാത്തപിച്ച് വന്ന് കാശൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു. പക്ഷേ അവൻ തൂങ്ങി ചത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നരകത്തിൽ പോകുന്നത് എങ്ങനെ പറയാൻ പറ്റുമെന്നാണ് പറഞ്ഞേ. എനിവേ, അപ്പം നമ്മളിപ്പോൾ അതൊരു ഡിസ്കഷൻ പോയിന്റ് ആക്കി സമയം കളയണ്ട. നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ ആഗ്രഹം നമുക്കുണ്ടോ? ഈ ആഗ്രഹവും അതിനുവേണ്ടി ഈശോ മിശിഹ മനുഷ്യനായി അവതരിച്ച് മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. അതുകൊണ്ട് ആ പരിഹാരത്തിലൂടെ ആ പരിഹാരത്തിൻ്റെ യോഗ്യതയാൽ നമ്മളും ആ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ കരുണക്കൊന്ത എല്ലാം ചെല്ലുമ്പോഴും വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും ഈ ഒരു വിശ്വാസം ഉണ്ടായി കഴിയുമ്പോൾ ശരിക്കും ചങ്കിലൂടെ ഇങ്ങനെ കൃപ ഒഴുകണം. നമുക്ക് അനുഭവമാണ്. ഞാൻ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ എൻ്റെ ആത്മാവിലൂടെ ലോകം മുഴുവനിലേക്ക് കൃപ ഒഴുകണമെന്നാണ് പ്രാർത്ഥിക്കണേ. ലോകം മുഴുവനിലേക്കും രക്ഷ ഒഴുകണേ. ഒന്നിനും കുറവ് വരുത്തരുത്. ലോകം മുഴുവനിലേക്കും നിങ്ങളുടെ ഒരാത്മാവിലൂടെ കൃപ ഒഴുകും. ഒരാത്മാവിലൂടെ നമ്മൾ ചെറുതായിട്ട് നമ്മുടെ മക്കൾക്കും അവർക്കും നമ്മുടെ അയൽക്കാർക്കും നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിനും വേണ്ടി അല്ല പ്രാർത്ഥിക്കണം. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ലോകം മുഴുവൻ വേണ്ടി. അത്രയ്ക്ക് വലിയ ഒരു ഒഴുക്കാണ് നമ്മുടെ ആത്മാവിൽ നിന്നുള്ള ഒഴുക്ക്. എന്തുകൊണ്ടാണ് ഈശോ പറഞ്ഞത്? നീ ലോകത്തിൻ്റെ പ്രകാശമാണ്, നീ ഭൂമിയുടെ ഉപ്പാണ്. എൻ്റെ ഈശോ, ഞാൻ വീണ്ടും പറഞ്ഞു പോകാനല്ലോ, സമയമായോ? 8. ഇത് തീർക്കണം. ഇപ്പോൾ സ്വർഗം കഴിഞ്ഞു കേട്ടോ, ഇല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ സ്വർഗത്തെക്കുറിച്ച്? ഓക്കെ. ഇനി അടുത്തത് ശുദ്ധീകരണ സ്ഥലമാണ്. ഇതിനാണ് എല്ലാവർക്കും സംശയം. എന്താണ് ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്? ഇതും ഒരു സ്ഥലമല്ല, കേട്ടോളൂ. ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. CCC 1030. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ വിശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. ശപിക്കപ്പെട്ടവരുടെ ശിക്ഷയിൽ നിന്ന് അത് തികച്ചും വിഭിന്നമാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമേ ശുദ്ധീകരണാനുഭവത്തിലേക്ക് പോകുന്നുള്ളൂ. നരകത്തിലേക്ക് വിധിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവർ ശുദ്ധീകരണ സ്ഥലത്തിൽ പോയില്ല. ക്ലിയർ? ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ നടക്കുന്ന ശുദ്ധീകരണം നിത്യപിതാവേ ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയുടെ യോഗ്യതയാൽ മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയുണ്ടാകണം. ഒന്ന്, മരിച്ചതാരാ? വിശ്വാസിയാണ്. വിശ്വാസി മരിച്ചാൽ എവിടെ പോകും? സ്വർഗത്തിൽ പോകും. പക്ഷെ ആ സ്വർഗത്തിൽ പോകുന്ന വഴിക്ക് സ്വർഗീയ ഭാഗ്യത്തിലേക്ക് ആവശ്യമുള്ള പൂർണ്ണ വിശുദ്ധീകരണത്തിന് വേണ്ടി ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയുടെ യോഗ്യതയാൽ തന്നെയാണ് നടക്കുന്നത്. ഓരോ ദിവസവും സഭയിൽ 5 ലക്ഷത്തിലധികം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ എല്ലാ ദിവസവും ഇതിനുവേണ്ട പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും ഇതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ആകുലപ്പെട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി
തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പം അവിടെയും അവർ സ്വർഗത്തിലേക്ക് പോകുകയാണ് എന്നുള്ള കോൺഫിഡൻസിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചോ. പക്ഷേ അവരെക്കാൾ കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ പ്രാർത്ഥന ആവശ്യമുള്ള വേറെ കുറേ പേരുണ്ട്. എന്താ? എൻ്റെ ഈശോൻ്റെ വാങ്ങൽ ക്ഷമിക്കണേ, നരകത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേക അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കൾ, അതായത് നരകത്തിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന കുറേ പേരുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ഇപ്പോൾ അർജൻസി പ്രാർത്ഥിക്കാൻ പറയും? അവരെയല്ലേ യേശുവിനെ അറിയാതെയും യേശുവിനെ തിരസ്കരിച്ചും കഴിയുന്ന എന്തോരം ജനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് അവർക്ക് വേണ്ടിയാണ് അർജൻറ്റായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് പ്രാർത്ഥിച്ചോ. പക്ഷേ നമ്മളെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ലോകമെമ്പാടും പോയി എല്ലാവരെയും ശിക്ഷപ്പെടുത്തുവിൻ. ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോയ ആൾക്കാർ ശിക്ഷപ്പെടുത്തി കഴിഞ്ഞ് യേശുവിൽ വിശ്വസിച്ച് മരിക്കുന്നവരാണവർ. വ്യത്യാസം മനസ്സിലായോ? കാര്യം മനസ്സിലായിരിക്കാൻ വേണ്ടി പറയണതാ. ഇപ്പം ഞാനിത് ക്ലാസ് കഴിയുമ്പോഴേക്കും ആരെങ്കിലും ഒരു പുസ്തകം കൊണ്ടുവന്ന് വരും. ഇത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ കുറിച്ച് തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയൊരു പുസ്തകമുണ്ട്. അതിനകത്ത് പേടിപ്പിക്കണ മാതിരി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഈ സഭ അപ്പോൾ പറയും ഇതിനകത്ത് ഒരുപാടൊന്നും എഴുതിയിട്ടില്ല. ഒരുപാട് എഴുതേണ്ട ആവശ്യം ഈ 3 കാര്യം എഴുതിയാൽ പോരെ. 3 പാരഗ്രാഫേ ഉള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരും അടിച്ചിറക്കാണ്. ആര് പറഞ്ഞിട്ടാണ് എവിടെ നിന്നാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം നമ്മളങ്ങനെ കുറേ സഭയുടെ പ്രബോധനത്തിൽ നിന്നും വിപരീതമായിട്ടുള്ള പ്രൈവറ്റ് റെവലേഷൻസ് പലർക്കും അങ്ങനെ കാണിച്ചു കൊടുത്തു, ഇങ്ങനെ കാണിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. അതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് സഭ ഇവിടെ പ്രബോധനം നൽകിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെറുതെ നമ്മുടെ സമയം നഷ്ടപ്പെടുത്താൻ നമ്മൾ അതിനൊക്കെ വായിച്ചു പിടിച്ചിട്ട്. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? പറയും. അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ച് സഭയുടെ വിശ്വാസ പ്രബോധനങ്ങൾ പ്രത്യേകമായും ഫ്ലോറൻസിലെയും തെന്ത്രിലെയും സൂനകദോസുകളിൽ ക്രോഡീകരിക്കപ്പെട്ടവയാണ്. സഭയുടെ പാരമ്പര്യം 1. വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ പരാമർശിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുന്ന അഗ്നിയെപ്പറ്റി പറയുന്നുണ്ട്. അതാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കുന്ന പതിവിലും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിവിൽ അധിഷ്ഠിതമാണ് ഈ പ്രബോധനം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആ പതിവിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടി അവൻ യൂദാസ് മഗ്ബായൻ പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. ആരംഭകാലം മുതൽ സഭ മരിച്ചവരുടെ അനുസ്മരണത്തെ ആദരിക്കുകയും